പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതുപോലെ സിസ്റ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ കുമ്പസാരിക്കാനായിട്ട് 10 ദിവസമായുള്ളൂ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം 10 ദിവസമായുള്ളൂ. അപ്പം പാപമൊക്കെ ഉണ്ട്, എന്നാലും കഠിന പാവം ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. ഒത്തിരി പാവമൊന്നും ചെയ്തില്ല. പക്ഷെ എന്താ പറയണ്ടേ, ഇപ്പം ബ്രദറെ കുമ്പസാരിപ്പിക്കാൻ ഒരുങ്ങിയതിൻ്റെ വെളിച്ചത്തിലൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിനി നല്ലൊരു കുമ്പസാരം, നമ്മൾ ആണ്ടിലൊരിക്കൽ ആണ്ട് കുമ്പസാരം നടത്താറുണ്ടല്ലോ, ധ്യാനത്തിനൊക്കെ ഞാനങ്ങനെ നടത്താറുണ്ട് ആണ്ട് കുമ്പസാരം. അപ്പം അതിനുവേണ്ടി ഒരുങ്ങണോ അതോ എന്താ ചെയ്യേണ്ടത്? നിന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് എനിക്കൊരു വചനം എഴുതി കാണിച്ചു. റോമാലേഖനം 6:18 വായിക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചു. അപ്പോൾ കണ്ടത് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി എന്നുള്ള വചനമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തു പോയ കുമ്പസാരിച്ച പാപങ്ങളൊക്കെ ദൈവം ഏറ്റെടുത്തു, ക്ഷമിച്ചു. ദൈവം എന്നെ കരുണയോടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രദറിൻ്റെ ടോക്കിലൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പം നമ്മുടെ സൽപ്രവൃത്തികളൊക്കെ കീറത്തുണി പോലെ തന്നെയാണ് വചനം പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ കരുണയിൽ നീതിക്ക് വേണ്ടി മാത്രം നമ്മുടെ ദൈവം തരുന്ന വിശ്വാസത്തിൽ, ദാനത്താൽ തരുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ല നമ്മുടെ പ്രവൃത്തി, നമ്മളെന്ത് നല്ല സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ ഞാൻ ഒത്തിരി കാര്യങ്ങൾ നടന്ന് ചെയ്തുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ കരുണയാണ് അവിടെയൊക്കെ പ്രധാനം എന്ന വലിയ സത്യം എനിക്കിന്ന് ബോധ്യപ്പെട്ടു. അതുപോലെ നല്ലതായിട്ട് കുമ്പസാരിക്കാൻ ഒരുങ്ങി. ഞാൻ ഓർത്ത് പേപ്പറിലൊന്നും എഴുതണ്ട, വലിയ ഓർത്ത് പറയാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പേപ്പറിൽ എഴുതാൻ തുടങ്ങിയപ്പം മുതൽ ഓരോ കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ വന്നു. ഒരു പേജ് നിറഞ്ഞ് തന്നെ എഴുതി പറഞ്ഞ് അനുതാപത്തോടു കൂടി വിശുദ്ധ കുമ്പസാരത്തിന് അണയാനും വലിയ ശാന്തതയും സമാധാനവും അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന വളരെ ബ്രദറാണെങ്കിൽ കുർബാനയുടെയൊക്കെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മുടെ കൂടെ ബലവാനം എന്നുള്ള ആ പാട്ടൊക്കെ ഇത്രമാത്രം എപ്പോഴും അത് പാടുന്നത് കൊണ്ട് നമുക്കൊന്ന് പാടാതെ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. നന്നായിട്ട് തന്നെ അനുഭവിച്ച് കുർബാനയ്ക്ക് കൂടാനും കുർബാനയെ പങ്കുചേരാനും ഓരോ പ്രാർത്ഥനയിലും എനിക്ക് സാധിച്ചു. പ്രത്യേകമായി നന്ദി പറയുന്നു. അച്ഛൻ്റെ പ്രസംഗം ഞങ്ങളുടെ അച്ഛനാണ്, പ്രത്യേകം അച്ഛന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്.